ലോകം സൃഷ്ടിച്ച ശക്തനാം ദൈവം കാലം പൂർത്തിയാം നേരത്തിലെന്നാൾ ഐശ്വര്യവും യശസ്സും ആഗ്രഹിക്കാത്തവരില്ല. പക്ഷേ ഈ മഹത്വം എവിടെ നിന്ന് വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ദൈവത്തിൽ നിന്നോ അതോ മനുഷ്യനിൽ നിന്നോ? ക്രിസ്തുവിൻ്റെ അനുയായികളെന്ന് വിളിക്കുന്ന നാം ഓരോരുത്തരും പലപ്പോഴും അംഗീകരിക്കാൻ മടിക്കുന്ന ഒരു സത്യമുണ്ട്. പിതാവായ ദൈവം പുത്രനെ മഹത്വപ്പെടുത്തിയത് കുരിശിലൂടെയാണ് എന്നുള്ളത്. തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമുള്ള മുന്നറിയിപ്പ് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്നത് പ്രതീകങ്ങളിലൂടെയല്ല, മറിച്ച് ഏവർക്കും മനസ്സിലാകുന്ന രീതിയിൽ യാതൊരു മറകളുമില്ലാതെ ലളിതമായ ഭാഷയിലാണ്. എങ്കിലും ഈശോ എന്താണ് പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അവരുടെ സങ്കല്പങ്ങളിലെ മിശിഹ ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരുടെയും തന്നെ ആഗ്രഹം ഈശോ തൻ്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ ആ മഹത്വത്തിൽ പങ്കുപറ്റുക എന്നതായിരുന്നു. എന്നാൽ യേശുവിൻ്റെ പ്രവചനം അവരുടെ പ്രതീക്ഷകൾക്ക് എതിരായിരുന്നു. തങ്ങളുടെ സങ്കല്പങ്ങളിലുള്ള മഹത്വമല്ല യേശുവിൻ്റെ ലക്ഷ്യമെന്ന അറിവ് അവർക്ക് അംഗീകരിക്കാനായില്ല. അതുകൊണ്ട് തന്നെ കേട്ടത് കേട്ടില്ലെന്ന് നടിക്കാനാണ് അവർ തുനിഞ്ഞത്. എന്തെങ്കിലും ചോദിച്ചാൽ ഈശോ കൂടുതൽ സ്പഷ്ടമായി ഉത്തരം നൽകിയേക്കുമെന്നുള്ള ഭയത്താൽ താങ്കളുടെ വ്യർത്ഥമായ ദിവാസ്വപ്നങ്ങളിലേക്ക് ഒളിച്ചോടുകയാണ് അവർ ചെയ്തത്. പലപ്പോഴും നമ്മുടെ അവസ്ഥയും ശിഷ്യന്മാരിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല. നമ്മുടെ വഴികൾ ശരിയല്ല എന്ന ദൈവവചനത്തിനനുസൃതമായി ബോധ്യങ്ങൾ ലഭിക്കുമ്പോൾ എതിർചിന്തകളോടെ സ്വന്തം വഴികളെ ന്യായീകരിക്കാൻ നമ്മൾ വ്യഗ്രത കാട്ടാറുമുണ്ട്. നമുക്കിഷ്ടമില്ലാത്തത് കേൾക്കുമ്പോൾ ഏത് വിധേനയും അത് തെറ്റാണെന്ന് സ്ഥാപിക്കാനാണ് നമുക്ക് താല്പര്യവും. വചനം കേട്ട് അത് മനസ്സിലാക്കി അത് പാലിക്കാൻ ശ്രമിക്കാതെ ഇപ്രകാരം ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയുകയാണ് നമ്മൾ മിക്കവാറും ചെയ്യാറുള്ളത്. കണ്ണടച്ചിരുട്ടാക്കുന്നവർ പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. ഞാൻ കണ്ണടച്ചാൽ എനിക്ക് ചുറ്റുമുള്ള പ്രകാശം ഇല്ലാതാവുന്നില്ല, മറിച്ച് ആ പ്രകാശം എന്നിലേക്ക് എത്തുന്നതിനെ തടയുവാൻ മാത്രമേ എനിക്കാവുകയുള്ളൂ. ദൈവം പ്രകാശമാണ്. ദൈവത്തിൽ അന്ധകാരമില്ല. അവിടുത്തോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും, സത്യം പ്രവർത്തിക്കുന്നുമില്ല. അതുകൊണ്ട് അഹങ്കാരത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഭയമാകുന്ന അന്ധകാരത്തിലൂടെ നടക്കുന്ന നാം ഓരോരുത്തരും പ്രകാശമാകുന്ന സത്യാത്മാവിനു വേണ്ടി ദൈവത്തിന് മുമ്പിൽ ഹൃദയം തുറക്കണം. നശ്വരമായ ലൗകിക മഹത്വം ലക്ഷ്യമാക്കാതെ അനശ്വരമായ ദൈവമഹത്വത്തിനായി യത്നിക്കണം. പരമമായ ശക്തി ദൈവത്തിൻ്റേതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്ന കളിമൺ പാത്രങ്ങളായി നമുക്ക് രൂപാന്തരപ്പെടാം.